ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം. പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായിതുവരം സുപ്രസന്നേന മയാ തദ്വജ സത്യം കർത്തുമുദ്യോഗമദ്യൈവ മേ. കശ്യപൻ ദശരഥനാംനാ രാജന്യേന്ദ്രനായി കാശ്യപീതലേ തിഷ്ടത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യാമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. തിൽ സ്വരൂപിണി മമാശക്തിയാം വിശ്വേശ്വരി യോഗമായാദേവിയും ജനകാലയെ വന്നു. കീകസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിൽ അയോനിജയായുണ്ടായി വരും. ആതിഥേയന്മാർ കവിവീരരായി പിറക്കേണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാൽ അരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനാരാശ നോക്കി. ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ദാനവാരാദി കരുണാനിധി ലക്ഷ്മീപതി മാനവ പ്രവരനായി വന്നവതരിച്ചിടും. വാസരാധീശാന്വയേ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചുകൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കേണം. മാനിയാം ദശാനനഭൃത്യന്മാരാകും യാതുധാനവീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനര പ്രവരന്മാരായേതും വൈകിടാതെ സുത്രാമാദികളോടു പത്മസംഭവൻ നിജ ഭർതൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്ക് സത്വരം ധരിത്രിയും അസ്തസന്താപം അതിസ്വസ്ഥയായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാർ ഒക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തതോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവത വൃക്ഷോപലയോധികളായുന്നത
പർവ്വതാതുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവകവൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു വാണാരല്ലോ. നമസ്കാരം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് പങ്ക്തികന്ധരനായ രാവണനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് വേദാവ് അതുപോലെ തന്നെ ദേവേന്ദ്രാദികളൊക്കെ തന്നെ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. ആ സമയത്ത് ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നുള്ള ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. നമുക്ക് ആരംഭിക്കാം. നോക്കൂ. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. ചിത്തശുദ്ധിയോടെ, മനഃശുദ്ധിയോടെ ചിരകാലം വളരെക്കാലം പുത്രലാഭാർത്ഥം, പുത്രൻ ഉണ്ടാകുന്നതിന് വേണ്ടി, പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടി പണ്ട് കശ്യപ പ്രജാപതി, ദേവകളുടെ പിതാവായ പ്രജാപതിയാണ് കശ്യപ പ്രജാപതി. ആ കശ്യപ പ്രജാപതി ഭക്തിപൂർവം ചിത്തശുദ്ധിയോടെ എന്നെ തപസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ദത്തമായിതുവരം സുപ്രസന്നേന മയ, എന്നാൽ ഞാൻ സുപ്രസന്നനായ ഞാൻ, സന്തുഷ്ടചിത്തനായ ഞാൻ അദ്ദേഹത്തിന് ഒരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. തദ്വജ സത്യം കർത്തും ഉദ്യോഗമദ്യൈവമേ. അന്ന് കൊടുത്ത ആ സത്യം, ആ വാക്കുകൾ സത്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള, അത് സത്യമാക്കാൻ വേണ്ടിയിട്ട് ആ വാക്കിനെ, എൻ്റെ വരത്തെ, ഞാനൊരു വരം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ആ വരത്തെ സത്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർത്തും ഉദ്യോഗം അദ്യൈവമേ, ഉടനെ തന്നെ ആ ഒരു വരം സത്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉടനെ ചെയ്യുമെന്നാണ് ഭഗവാൻ പറയുന്നത്. കശ്യപൻ ദശരഥ നാംന രാജന്യേന്ദ്രനായി കശ്യപീതലേ തിഷ്ടത്യധുന വിധാതാവേ. അദ്ദേഹം വിധാതാവിനോട് പറയുകയാണ്, അല്ലയോ വിധാതാവേ, ഈ കശ്യപൻ ദശരഥ നാംന, ദശരഥൻ എന്ന പേരായ രാജന്യേന്ദ്രനായി, ക്ഷത്രിയേന്ദ്രനായിട്ട്, രാജന്യൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയനാണ്, രാജന്യേന്ദ്രൻ ക്ഷത്രിയേന്ദ്രൻ ആയിട്ട്, ക്ഷത്രിയ രാജാവായിട്ട് കാശ്യപീതലേ ഭൂമിയിൽ, കാശ്യപീത എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, ഭൂമിയിൽ തിഷ്ടത്യധുന, ഇപ്പോഴവിടെ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. ദശരഥൻ എന്ന പേരോടുകൂടി അദ്ദേഹം ഭൂമിയിലുണ്ട്. തസ്യ, അദ്ദേഹത്തിൻ്റെ വല്ലഭയാകും അതിഥി, അതായത് കശ്യപന്റെ വല്ലഭയാകുന്ന ഭാര്യയാകുന്ന അതിഥി ദേവി കൗസല്യയായിട്ട് പിറന്നിട്ടുണ്ട്. ഇത് ദശരഥന്റെ ഭാര്യയാണല്ലോ കൗസല്യ. അങ്ങനെ ദശരഥനും കൗസല്യയും കശ്യപനും അതിഥിയുമാണ്. അപ്പോൾ അവരുടെ ആത്മജനായിട്ട് വന്നു ഞാൻ ജനിച്ചിടും. തസ്യാം ആത്മജനായി വന്നു ഞാൻ ജനിച്ചിടും, അവരുടെ പുത്രനായിട്ട് ഞാൻ ജനിക്കും. മൽ സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. എൻ്റെ സഹോദരന്മാരായിട്ട് 3 പേരും ഉണ്ടാകും. എൻ്റെ സഹോദരന്മാർ 3 പേരുണ്ട്. ചിൽ സ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായാദേവിയും ജനകാലയെ വന്ന് കീകസാത്മജകുല നാശകാരിണിയായി മേദിനി തന്നിൽ അയോനിജയായി ഉണ്ടായി വരും. അവിടെയാണ് അർത്ഥം പൂർത്തിയാകുന്നത്. ചിൽസ്വരൂപിണിയായ ഭഗവതി, ജ്ഞാനസ്വരൂപിണിയായ ഭഗവതി വിശ്വേശ്വരി, ലോകനാഥയായ മമ വല്ലഭ ശക്തി, യോഗമായ ദേവി ജനകാലയെ വന്നിട്ട്, ജനകന്റെ ആലയത്തിൽ വസതിയില് കീകസാത്മജകുല നാശകാരിണിയായിട്ട്, കീകസാത്മജകുല നാശിനി, രാക്ഷസകുലത്തിന്റെ നാശത്തിന് കാരണമായിട്ട്, രാവണന്റെ അമ്മയാണല്ലോ കൈകസിയുടെ അമ്മയാണ് കീകസ. അപ്പോൾ കീകസാത്മജ കുലനാശകാരിണിയായിട്ട് മേദിനി തന്നിൽ ഭൂമിയിൽ അയോനിജയായിട്ടുണ്ടായി വരുമെന്നാണ് പറയുന്നത്. അയോനിജ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് അല്ലാതെ ജനിച്ചവളായിട്ട്, ഒഴിവുചാലിൽ നിന്നാണ് സീതയെ ലഭിച്ചതെന്നുള്ള കഥ നമുക്കറിയാമല്ലോ. അങ്ങനെ ചിൽസ്വരൂപിണിയായ വിശ്വേശ്വരിയായ യോഗമായ ദേവി അയോനിജയായിട്ട് ജനകന്റെ ആലയത്തിൽ ജനകാത്മജയായിട്ട് വന്നു പിറക്കും. അപ്പോൾ ആതിഥേയന്മാർ, ആ സമയത്ത് ആതിഥേയന്മാർ ദേവന്മാര് കപിവീരരായി പിറക്കണം.
കപിവീരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാനര ശ്രേഷ്ഠന്മാരായിട്ട് പിറക്കണം ഭഗവാനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. മേദിനി ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാൻ. അപ്പോൾ മേദിനി ദേവിക്ക് രാക്ഷസന്മാരുടെ അതിഭാരം കൊണ്ടുണ്ടായ വേദന തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്രകാരം ഞാൻ വന്ന് പിറക്കുന്നതാണ്, എന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവന്മാര് കപിവീരന്മാരായി പിറക്കണം എന്നും, അതുപോലെ വിശ്വേശ്വരിയായ യോഗമായ ദേവി ജനകാലയത്തിൽ വന്ന് പിറക്കുമെന്നും പറഞ്ഞതിന് ശേഷം ഭഗവാൻ അവിടെ നിന്ന് മറയുകയാണ് ചെയ്യുന്നത്. വേദന തീർപ്പാൻ എന്ന് അരുളി ചെയ്തു നാഥൻ വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. വേദനായകനായ ബ്രഹ്മാവിനെയും അയച്ച് മറഞ്ഞു ഭഗവാൻ. ആ സമയത്ത് വേദാവ് ബ്രഹ്മാവ് നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ നമസ്കരിക്കുകയുണ്ടായി. ആ സമയത്ത് ആതിഥേയന്മാരെല്ലാം ആധി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണ് നമസ്കാരവും ചെയ്താർ. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ മറിഞ്ഞ ആ സമയത്ത് ആതിഥേയന്മാരെല്ലാവരും എന്നുവെച്ചാൽ ആതിഥേയന്മാര് ദേവന്മാർക്കെല്ലാം ആദി ദുഃഖം തീർന്നു. ആദിനായകനായ ഭഗവാൻ വിഷ്ണു മറഞ്ഞ ആ ആശ നോക്കി, ആശ എന്ന് പറഞ്ഞാൽ ദിക്കാണ്, മറഞ്ഞിടിനോരാശ നോക്കി ഖേദവും അകന്ന് ദുഃഖമൊക്കെ അകന്ന് ഉള്ളിലെ പ്രീതിയൊക്കെ വന്നു. ഇനി ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, രാക്ഷസന്മാരെ പേടിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ മനുഷ്യനായിട്ട് പിറക്കാൻ പോവുകയാണ്, ഉറപ്പ് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് മേദിനി തന്നിൽ വീണ് നമസ്കാരവും ചെയ്ത, മേദിനി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, ഭൂമിയിൽ വന്ന് വീണ് അവര് നമസ്കാരമൊക്കെ ചെയ്തു. മേദിനി ദേവിയും ആശ്വസിപ്പിച്ച ശേഷം മേദിനി ദേവിയാണല്ലോ തൻ്റെ ദുഃഖം ഇങ്ങനെ വന്ന് പറയാനായിട്ട് ദേവന്മാരോട് കൂടി ചെന്നത്. അപ്പോൾ മേദിനി ദേവി ഭൂമിദേവിയും ആശ്വസിച്ചു. ഭൂമിദേവിയെയൊക്കെ വേദാവ് ആശ്വസിപ്പിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. വേദാവും ദേവകളോട് അരുളി ചെയ്താനേവം, ഇപ്രകാരം വേദാവ് ദേവന്മാരോട് അരുളി ചെയ്യുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്ന് അവതരിച്ചിടും. ആ ദാനവാരാധി, ദാനവന്മാരുടെ രാക്ഷസന്മാരുടെ ആരാധിയായ ശത്രു ആയ അവരെയൊക്കെ നിഗ്രഹിക്കുന്നവനായ ആ ഭഗവാൻ, കരുണാനിധിയായ ഭഗവാൻ, കരുണയുടെ ഇരിപ്പിടമായ ആ ഭഗവാൻ, ലക്ഷ്മീപതി ലക്ഷ്മിയുടെ പതിയായ ആ ഭഗവാൻ മാനവപ്രവരനായിട്ട് മാനവശ്രേഷ്ഠനായിട്ട് വന്ന് അവതരിച്ചിടും, ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചിടും. വാസരാധീശാന്വയെ സാദരം അയോധ്യയിൽ വാസരാധീശാന്വയെ, വാസരാധീശൻ എന്നാൽ വാസര എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ് അർത്ഥം. ദിവസാധിപൻ സൂര്യനാണല്ലോ. അപ്പോൾ വാസരാധീശൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അന്വയെ വംശത്തില്, വാസരാധീശരാന്വയെ ദീശാന്വയെ എന്ന് പറഞ്ഞാൽ സൂര്യവംശത്തില് വന്നു പിറക്കും. ഇവിടെ അയോധ്യയിൽ സാദരം വളരെ സന്തോഷത്തോടുകൂടി വന്ന് ജനിക്കുന്നതാണ്. ആ അയോധ്യയിൽ വന്ന് ജനിക്കും. വാസവാദികളായ നിങ്ങളും ഒന്ന് വേണം. വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. ഇന്ദ്രാദികളായ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം. ഈ വാസുദേവനായ ഭഗവാനെ പരിചരിക്കുവാനായിട്ട് വേണ്ടിയിട്ട് ദാസഭാവേന, എങ്ങനെയുള്ള ഭാവത്തിലാണ് വരേണ്ടത്? ദാസഭാവേന, ഭൃത്യഭാവത്തിലാണ് വരേണ്ടത്. ഭൂമിമണ്ഡലേ, ഈ ഭൂമിയിൽ നിങ്ങൾ പിറക്കേണ്ടതാണ്. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുധാനവീരന്മാരോട് യുദ്ധം ചെയ്യുവതിനായിട്ട്. മാനിയായ അഭിമാനികളായ രാക്ഷസന്മാര് ദശാനന ഭൃത്യന്മാരാകും. രാക്ഷസ വീരന്മാർ, അതായത് രാവണന്റെ ഭൃത്യന്മാര് ആകുന്ന യാതുധാന വീരന്മാരോട്, അവരും വീരന്മാർ തന്നെയാണ്, യുദ്ധത്തില് പ്രാവീണ്യമുള്ളവരാണ്. അങ്ങനെയുള്ള ആ ഒരു രാക്ഷസേന്ദ്രന്മാരോട് യുദ്ധം ചെയ്യുവതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ കാനന ഗിരി ഗുഹ ദ്വാര വൃക്ഷങ്ങൾ തോറും നിങ്ങൾ വന്ന് പിറക്കണം. കാനനം കാട്, ഗിരി പർവ്വതങ്ങളിലും വനങ്ങളിലുമൊക്കെയുള്ള ഗുഹകളിലും ഗുഹാദ്വാരം എന്ന് പറഞ്ഞാൽ ഗുഹകളാണ്. വൃക്ഷങ്ങൾ തോറും ഓരോ വൃക്ഷങ്ങളിലും ഒക്കെ തന്നെ നിങ്ങൾ ആരായിട്ട് ജനിക്കണം? വാനരപ്രമുഖന്മാരായി ജനിക്കേണ്ടതാണ്. ഏതും വൈകിയിടാതെ, യാതൊരു
താമസവും കൂടാതെ തന്നെ നിങ്ങൾ വന്ന് പിറക്കേണ്ടതാണ്. സുത്രാമാദികളോട് പത്മസംഭവൻ നിജ ഭർതൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്കു. സുത്രാമാദികളോട്, സുത്രാമാദികൾ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രാദികളോട്, ദേവന്മാരോട്, ദേവേന്ദ്രനും മറ്റ് ദേവന്മാരോടും ഒക്കെ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ആ പത്മസംഭവൻ, പത്മത്തിൽ നിന്ന് സംഭവിച്ചവൻ, ജാതനായവൻ ബ്രഹ്മാവ് തൻ്റെ ഭർതൃശാസനമരുൾ ചെയ്തുടൻ, തൻ്റെ ഭർതൃ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം. എന്നുവെച്ചാല് തൻ്റെ സ്വാമി വിഷ്ണു ഭഗവാൻ ഹരിയുടെ ആ ശാസനം അരുൾ ചെയ്തതിന് ശേഷം വളരെ കൃതാർത്ഥനായിട്ട് സന്തോഷചിത്തനായിക്കൊണ്ട് വളരെ എന്താ പറയുക, തൻ്റെ ദുഃഖങ്ങളൊക്കെ ശമിച്ചതിന് ശേഷം സത്യലോകത്തേക്ക് പോവുകയാണ്. കൃതാർത്ഥനായിട്ട് സംതൃപ്തിയോട് കൂടിയിട്ട് സത്യലോകത്തേക്ക് പോവുകയാണ്. സത്വരം ധരിത്രിയും അസ്തസന്താപം അതിസ്വസ്ഥയായി മരുവിനാൾ. ഇവിടെ ധരിത്രി ദേവിക്കാണ് സ്വസ്ഥത കൂടുതൽ ഉണ്ടാകുന്നത്. കാരണം ഭാരം മുഴുവനും പേറുന്നത് ഭൂമിദേവിയാണല്ലോ. അപ്പോൾ ധരിത്രിയും ഭൂമിദേവി അസ്തസന്താപ അതിസ്വസ്ഥയായിട്ട്, അസ്തസന്താപയായി തീർന്നു. സന്താപം ദുഃഖമാണ്. ദുഃഖമൊക്കെ അസ്തമിച്ചവളായിട്ട് മാറി, ദുഃഖങ്ങളെല്ലാം ശമിച്ചവളായിട്ട് മാറി. മാത്രമല്ല അതിസ്വസ്ഥയായിട്ട്, ദുഃഖമുണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത്. അപ്പോൾ ദുഃഖമൊക്കെ മാറുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വസ്ഥരാകുകയായി ചെയ്യാം. അപ്പോൾ ഇവിടെ ഭൂമിദേവിയും സ്വസ്ഥയായിരിക്കുകയാണ്. തൽക്കാലേ, ആ സമയത്ത് ഹരിപ്രമുഖന്മാരാം വിബുദ്ധന്മാര്, ഹരിപ്രമുഖന്മാരായ ഇവിടെ ഈ വരികളില് 2-3 സ്ഥലത്ത്, ഒരു 4 സ്ഥലത്ത് ഹരി എന്നുള്ളത് കാണുന്നുണ്ട്. അവിടെ വ്യത്യസ്തമായ അർത്ഥങ്ങളിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഹരി നമുക്ക് നോക്കാം. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുദ്ധന്മാർ, ഹരിപ്രമുഖന്മാരായ, ഹരി മുതലായ, ഹരി എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവേന്ദ്രൻ എന്നുള്ള അർത്ഥമാണ്. ദേവേന്ദ്രൻ മുതലായ വിബുദ്ധന്മാര്, ദേവന്മാര് ഒക്കെ തന്നെ ഹരിരൂപധാരികളായി. രണ്ടാമത്തെ ഹരി എന്ന് പറയുമ്പോൾ വാനരൻ എന്നുള്ള അർത്ഥമാണ്. വാനര രൂപധാരികളായിട്ട് എല്ലാവരും വാനരന്മാരായിട്ട് മാറി. മാനുഷഹരി സഹായാർത്ഥമായി, ഇവിടെ മാനുഷഹരി മനുഷ്യ രൂപത്തിൽ അവതരിക്കുന്ന ഹരിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഹരി മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവെ സഹായിക്കുന്നതിന് വേണ്ടി തതസ്തതോ, തത എന്നുവെച്ചാൽ അവിടെയായിട്ട് മാനുഷഹരി സമവേഗ വിക്രമത്തോടെ. ഇവിടെ മാനുഷഹരി എന്ന് പറയുമ്പോൾ നരസിംഹം എന്നുള്ളൊരർത്ഥമാണ്. മാനുഷഹരി സമവേഗ വിക്രമത്തോടെ, നരസിംഹത്തിന്റെ വേഗവും വിക്രമവും പരാക്രമത്തോടു കൂടിയുള്ള ആ വാനരവീരന്മാരായിട്ടാണ് അവര് ജനിച്ചിരിക്കുന്നത്. എവിടെയൊക്കെയാണ് ജനിച്ചത്? പർവ്വത, വൃക്ഷ, ഉപല യോധികളായിട്ടാണ് വന്നിരിക്കുന്നത്. പർവ്വത തുല്യ ശരീരന്മാരായി അനാരതം, പർവ്വത വൃക്ഷോപല യോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായി അനാരതം. പർവ്വതം, അതുപോലെ തന്നെ വൃക്ഷങ്ങള്, ഉപലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകളാണ്. യോധിക്കുന്നവരായിട്ട്, യുദ്ധം ചെയ്യുന്നവരായിട്ട്, അതായത് പർവ്വതങ്ങൾ കൊണ്ടും വൃക്ഷങ്ങൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും യുദ്ധം ചെയ്യുന്നവരായിട്ട്. നമുക്കറിയാം രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് വാനര വീരന്മാര് വൃക്ഷങ്ങൾ പറിച്ചെറിയുന്നുണ്ട്, മലകൾ പറിച്ചെറിയുന്നുണ്ട്, വലിയ കല്ലുകൾ എറിയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പർവ്വതം, വൃക്ഷം, കല്ല് മുതലായവ എടുത്ത് യുദ്ധം ചെയ്യുന്നവരായ പർവ്വത തുല്യ ശരീരന്മാരായിട്ട്, പർവ്വതം പോലെയുള്ള ശരീരത്തിൽ അത്രയും വിപുലമായ, അത്രയും വലിയ ശരീരത്തോട് കൂടിയിട്ടാണ് അവർ ജനിച്ചിരിക്കുന്നത്. ശരീരന്മാരായിട്ട് അനാരതം, ഭഗവാനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അനാരതം ലായ്പോഴും ഈശ്വരം പ്രതീക്ഷമാണന്മാരായിട്ട്, ഈശ്വരനെ പ്രതീക്ഷമാണന്മാരായിട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്ലവക വൃന്ദേശ്വരന്മാരും, അങ്ങനെയുള്ള ആ പ്ലവക വൃന്ദന്മാർ, വൃന്ദം എന്ന് പറഞ്ഞ കൂട്ടമാണ്. പ്ലവകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാനരനാണ്. ആ കൂട്ടം വാനര വൃന്ദന്മാരും അവരൊക്കെ കൂടെ ഭൂമിയിൽ അങ്ങനെ വളരെ സുഖത്തോടുകൂടി ഭഗവാനെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആശയം ഞാനൊന്നും കൂടെ പറയാം. അപ്പോൾ പണ്ട് കശ്യപ പ്രജാപതി പുത്രനുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വളരെ കാലം ഭഗവാനെ തപസ് ചെയ്യുകയുണ്ടായി. അതിൽ സന്തുഷ്ടനായ ഭഗവാൻ
കശ്യപന് വരം നൽകുകയുണ്ടായി. ആ വാക്ക് സത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ പ്രയത്നിക്കുന്നതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. കശ്യപൻ ഇപ്പോൾ അയോധ്യയില് ദശരഥൻ എന്ന പേരോടുകൂടിയ രാജാവായിട്ട് വസിക്കുന്നുണ്ട്. കശ്യപ പത്നിയായ അതിഥി കൗസല്യ എന്ന പേരിലും അവിടെ ഉണ്ട്. അവരുടെ പുത്രനായിട്ട് ഞാൻ ജനിക്കുന്നതാണ്. എൻ്റെ സഹോദരന്മാരായിട്ട് 3 പേരുണ്ടാകും. എൻ്റെ ശക്തിയായ യോഗമായ ജനകന്റെ കൊട്ടാരത്തില് അയോനിജയായിട്ട് രാവണന്റെ വംശനാശത്തിന് വേണ്ടിയിട്ട് ജനിക്കുന്നതാണ്. ദേവന്മാരെല്ലാവരും തന്നെ വാനരന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കേണ്ടതാണ്. ഭൂമിദേവിക്കുണ്ടായ വേദന ഞാൻ തീർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വേദനായകനായ ബ്രഹ്മാവിനെ അയച്ചിട്ട് മഹാവിഷ്ണു മറയുകയുണ്ടായി. ബ്രഹ്മാവ് വിഷ്ണുവിനെ നമസ്കരിച്ചു. ആദിനായകനായ മഹാവിഷ്ണു മറഞ്ഞ ദിക്ക് നോക്കി ദുഃഖമെല്ലാം അകന്ന് സന്തുഷ്ടരായ ആ ദേവന്മാര് ഭക്തിപൂർവ്വം നമസ്കരിക്കുകയുണ്ടായി. ഭൂമിദേവിയെ ആശ്വസിപ്പിച്ചതിന് ശേഷം ബ്രഹ്മാവ് ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു: അസുരന്മാരുടെ ശത്രുവും കരുണാനിധിയും ലക്ഷ്മീപതിയുമായ മഹാവിഷ്ണു മനുഷ്യനായിട്ട് ജനിക്കുന്നതാണ്. ഭഗവാൻ അവതരിക്കുന്നത് അയോധ്യയിലെ സൂര്യവംശത്തിലായിരിക്കും. ഇന്ദ്രാദികളായ നിങ്ങൾ മഹാവിഷ്ണുവിനെ പരിചരിക്കുന്നതിന് ദാസഭാവേന ഭൂമിയിൽ ജനിക്കണം. അഹങ്കാരിയായ രാവണന്റെ ഭൃത്യരായ രാക്ഷസരോട് യുദ്ധം ചെയ്യുന്നതിന് കാട്ടിലും പർവ്വതങ്ങളിലും ഗുഹകളിലും വൃക്ഷങ്ങളിലുമൊക്കെ കഴിഞ്ഞുകൂടുന്ന വാനരവീരന്മാരായിട്ട് നിങ്ങൾ പിറക്കേണ്ടതാണ്. ഇന്ദ്രൻ മുതലായവരോട് ബ്രഹ്മാവ് തന്റെ സ്വാമിയായ വിഷ്ണുവിന്റെ ആജ്ഞ അറിയിച്ചതിന് ശേഷം കൃതാർത്ഥനായിട്ട് സത്യലോകത്തേക്ക് പോവുകയുണ്ടായി. ഭൂമിദേവി ദുഃഖമെല്ലാം അകന്ന് സന്തുഷ്ടയായി വസിച്ചു. അക്കാലത്ത് ഇന്ദ്രാദികളായ ദേവന്മാർ മനുഷ്യരൂപത്തിൽ അവതരിച്ച വിഷ്ണുവിനെ സഹായിക്കുന്നതിനു വേണ്ടി വാനര രൂപത്തിൽ ഭൂമിയിൽ ജനിച്ചു. പർവ്വതശരീരികളായ അവർ അവിടെവിടെ നരസിംഹതുല്യ വേഗവും വിക്രമവും പരാക്രമവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് പർവ്വതങ്ങളിലും മരങ്ങളും കല്ലും ഒക്കെ കൊണ്ട് സമരം ചെയ്യുന്നവരായിട്ട് ഈശ്വരനെ മഹാവിഷ്ണുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സസുഖം അങ്ങനെ വസിക്കുകയാണ്, ഭഗവാനെ പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉള്ളടക്കം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുത്രലാഭ ആലോചനയും പുത്രകാമേഷ്ടി യാഗവും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.